application of electrolysis. Application of electroplate extraction, sodium, potassium പോലെയുള്ള alkaline earth metals ന്റെ extraction, പിന്നെ ചില chemical preparation, NaOH, anodase. ഇതിൽ വളരെ important ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് differentiate between electroplating and anodase. ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മൾ മുമ്പ് പറഞ്ഞു, ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുകയാണ്. അപ്പൊ എപ്പോഴും കോട്ടിങ് നടക്കുന്നത് കാഥോഡിലാണ്. അപ്പൊ എപ്പോഴും ഏതിലാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അത് കാഥോഡായിട്ട് വെക്കുക, ഏതാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അത് ആനോഡാണ്. ഡെപ്പോസിറ്റ് ചെയ്യേണ്ട മെറ്റൽ സൊല്യൂഷൻ ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. കാഥോഡായിട്ട് ഏതൊക്കെ ഒരു സ്പൂണിലാണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതാണ് സ്പൂൺ അല്ലെങ്കിൽ കീ ആണ് കാഥോഡ്. ഇപ്പൊ സിൽവർ ആണ് കോട്ട് ചെയ്യുന്നെങ്കിൽ സിൽവർ ആനോഡായിട്ട് എടുക്കുന്നു, അതിന്റെ സൊല്യൂഷൻ സിൽവർ നൈട്രേറ്റ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോപ്ലേറ്റിംഗിന്റെ കേസിൽ ഇങ്ങനെയാണ്. ഇനി ആനോഡേസ് എന്ന് പറയുന്നത് അവിടെ മെറ്റൽ ആനോഡായിട്ടാണ് എടുക്കുന്നത്. സാധാരണ അലൂമിനിയം പോലെയുള്ള മെറ്റലില് ഓക്സൈഡ് കോട്ടിംഗ് ഉണ്ടാക്കാനാണ്. ഓക്സിജൻ എപ്പോഴും ആനോഡിലാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഏത് മെറ്റലിലാണോ നമുക്ക് ആനോഡൈസ് ചെയ്യേണ്ടത് ആ വേർഡ് തന്നെ, ആ മെറ്റൽ തന്നെയാണ് ആനോഡ്. അപ്പൊ കാഥോഡായിട്ട് ഒരു ഗ്രാഫൈറ്റ് റോഡാണ്. പിന്നെ എപ്പോഴും ഈ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നമ്മൾ ഏതായിട്ട് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട്. മറ്റിടത്ത് ഏത് ഇലക്ട്രോപ്ലേറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോപ്ലേറ്റിംഗിൽ കോട്ട് ചെയ്യേണ്ട ഇതിന്റെ സൊല്യൂഷൻ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള ക്രോമിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്. ഇത് മിക്കവാറും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇലക്ട്രോപ്ലേറ്റിംഗ് ആൻഡ് ആനോഡൈസിങ് ചോദിക്കാറുള്ളതാണ്. ഇനി റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനിൽ ഒരാൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നുണ്ട്, ഒരാൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ അത് റിഡക്ഷൻ ആണ്, ലോസ് ചെയ്താൽ ഓക്സിഡേഷൻ ആണ്. ഇങ്ങനെ രണ്ടും ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരാള് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് അത് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു, പ്ലസ് അയോൺ ആവുന്നു, മറ്റേയാള് അത് ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. ഈ രണ്ട് റിയാക്ഷൻ, ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷനിൽ രണ്ടും കൂടി ഉൾപ്പെടുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ, ദാറ്റ് ഇൻവോൾവ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇനി നമ്മൾ മുമ്പ് ഇലക്ട്രോളിറ്റിക് സെല്ല് പറഞ്ഞു, അവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ, വോൾട്ടായിക് സെൽ ഓർ ഗാൽവാനിക് സെല്ല് നേരെ തിരിച്ചാണ്. അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ ബാറ്ററിയിലൊക്കെ അതാണ് നടക്കുന്നത്. ഡ്രൈ സെല്ല്, ലെഡ് സ്റ്റോറേജ് സെല്ലെല്ലാം Daniell cell, it is a simplest cell, is an example for electrochemical cell. That is, ഇവിടെ കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇനി ഏറ്റവും സിംപ്ലസ്റ്റ് സെൽ ഡാനിയൽ സെല്ലാണ്. ഇവിടെ ചോദിക്കാനുള്ളത് ഡാനിയൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്യുക, അവിടുത്തെ റിയാക്ഷൻ എന്താണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. എക്സ്റ്റേണലി അതൊരു വയർ വഴി കണക്ട് ചെയ്യുന്നു, ഇന്റേണലി ഒരു സോൾട്ട് ബ്രിഡ്ജ്. ഞാൻ സോൾട്ട് ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷനിലോട്ട് വരാം. ഇന്റേണലി കണക്റ്റഡ് ബൈ എ സോൾട്ട് ബ്രിഡ്ജ്. ഇവിടെ സിങ്ക് ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, കോപ്പർ ആണ് കാഥോഡ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. സിങ്കിൽ നിന്ന്, ഈ സിങ്ക് റോഡിൽ നിന്ന് സിങ്ക് 2+ ആയിട്ട് സിങ്ക് അയോൺസ് ആയിട്ട് ഈ സൊല്യൂഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് റിലീസ് ആവുന്ന ഇലക്ട്രോൺ ഈ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി കാഥോഡിലേക്ക് വരുന്നു. അപ്പൊ ഈ സൊല്യൂഷനില് കോപ്പർ അയോൺസ് ഉണ്ട്, കാരണം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ് കോപ്പർ ഡിപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സൊല്യൂഷനിൽ നിന്ന് കോപ്പർ അയോൺസ് ഈ കോപ്പർ റോഡിലേക്ക് വരുന്നു, അത് ഈ ഇലക്ട്രോൺ സ്വീകരിച്ച് കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതാണ് റിയാക്ഷൻ. സിങ്ക് 2++2 ഇലക്ട്രോൺ. ഇപ്പുറത്തെ സെൽ. അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ ഹാഫ് സെൽ, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സെൽ. ഇത് മറ്റിടത്ത് എന്താണ്, ഈ സിങ്ക് കോപ്പർ ഈ ഇലക്ട്രോൺ സ്വീകരിച്ച് കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നോക്കുക, സിങ്കിൽ നിന്ന് സിങ്ക് എല്ലാം ഈ സൊല്യൂഷനിലേക്ക് പോയി അത് തേഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കോപ്പർ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓവറോൾ റിയാക്ഷൻ ഇതാണ്, സിങ്ക് പ്ലസ് Cu2+ ഗിവിംഗ് സിങ്ക് 2+Cu. ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡാണ്, റിഡക്ഷൻ നടക്കുന്നത് കാഥോഡാണ്. ഇനി ഇവിടെ എന്താണ് ഈ സോൾട്ട് ബ്രിഡ്ജിന്റെ ഉപയോഗം? ഇവിടെ ഒരു എക്സ്റ്റേണൽ വയറിൽ കൂടി ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല്.
സിങ്ക് 2+ ആയിട്ട് ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ എസ്കേപ്പ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ് ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഇലക്ട്രോൺ ആണ് ഇപ്പുറത്ത് വന്ന കോപ്പർ 2+ അയോണുമായിട്ട് കമ്പൈൻ ചെയ്ത് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പൊ എക്സ്റ്റേണലി എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യും. ഇവിടെ കിട്ടുന്ന ഒരു ഡാനിയൽ സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1.1 വോൾട്ട് ആണ് ഇവിടെ ഒരു ഡാനിയൽ സെല്ലിന്റെ വോൾട്ടേജ്. ഇനി എന്താണ് ഈ സോൾട്ട് ബ്രിഡ്ജ് കൊണ്ടുള്ള ഉപയോഗം? ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും ചോദിക്കാറുണ്ടാണ്. സോൾട്ട് ബ്രിഡ്ജിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? സോൾട്ട് ബ്രിഡ്ജ് ഒരു യു ഷേപ്ഡ് ട്യൂബ് ആണ് നിങ്ങൾ കാണുന്നത് പോലെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇനി എന്താണ് നിറച്ചിരിക്കുന്നത്? വളരെ ഇനേർട്ട് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, അത് അഗാർ എന്ന് പറയുമ്പോൾ നല്ല ജെല്ലി ടൈപ്പ് ആണ്, ജെലാറ്റിൻ, അതായത് പശ പോലെയാണ് അതിന്റെ ഉള്ളിൽ. അത് ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുകയാണ്. രണ്ട് സൈഡിലും ഒരു കോട്ടൺ ഇത് വെച്ച് പ്ലഗ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? അപ്പൊ നിങ്ങൾ ഈ നോക്കുക, ഇവിടെ മുമ്പ് നടന്ന റിയാക്ഷനിൽ സിങ്ക് 2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് പോകുവാണ്. ഇങ്ങനെ സിങ്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ റിയാക്ഷൻ നടക്കാതെ വരും. കാരണം ഇവിടെ പോസിറ്റീവ് ചാർജ് അയോൺസ് കുറെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇവിടെയാണെങ്കിലോ Cu2+ അയോൺസ് എല്ലാം ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ SO4 സൾഫേറ്റ് അയോൺസ് കൂടിയും വരും. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ റിയാക്ഷൻ കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഇപ്പൊ സോഡിയം സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പൊട്ടാസ്യം അയോൺസും സൾഫേറ്റ് അയോൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ സിങ്ക് 2+നെ ഇവിടുത്തെ ആനിയോൺ ഇങ്ങോട്ട് വന്ന് ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ റിയാക്ഷന് കുഴപ്പമൊന്നും വരില്ല. ഇവിടെ എക്സസ് സൾഫേറ്റ് അയോൺസ് വരും, കാരണം കോപ്പർ പോയി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കൂടുതൽ ആനിയോൺസ് വരും. അപ്പൊ ഈ സോൾട്ട് ബ്രിഡ്ജിൽ നിന്ന് കാറ്റയോൺസ് വന്ന് പൊട്ടാസ്യമോ സോഡിയമോ വന്ന് ഇവിടെ വന്ന് ആനിയോൺസിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ എന്താണ് സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ? ദാറ്റ് ഈസ് സോൾട്ട് ബ്രിഡ്ജ് മെയിൻറ്റെയിൻ എ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും അയോൺസിനെ സപ്ലൈ ചെയ്തുകൊണ്ട് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് സർക്യൂട്ടിനെ കംപ്ലീറ്റ് ആക്കുന്നു. എന്നാൽ അതേസമയം ഈ രണ്ട് സൊല്യൂഷൻ തമ്മിലുള്ള ഇന്റർമിക്സിങ് പ്രിവെന്റ് ചെയ്യുന്നു. കാരണം ഇവിടെ നിന്ന് അയോൺസ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്, അല്ലാതെ ഒരു സൊല്യൂഷൻ മറ്റിടത്ത് നിന്ന് ഇതിലേക്ക് പോകും. എന്താണ് കേൾക്കാലോ അല്ലെ? ഇവിടെ ഈ അഗാർ KCl ഓർ KNO3 ഒക്കെയാണ് ഇവിടെ നമ്മള് സോൾട്ട് ബ്രിഡ്ജിൽ നിറച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത What are the functions or significance of salt bridge ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോൾട്ട് ബ്രിഡ്ജ് ചെയ്യുന്നത് ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കാറ്റിയോണോ ആനിയോണോ ഓരോ സൊല്യൂഷനിലും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് കാറ്റിയോണും ആനിയോണും സപ്ലൈ ചെയ്ത് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു പൊട്ടൻഷ്യൽ ഇവിടെ വരാതെ നോക്കുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺ പുറത്തുകൂടി ഫ്ലോ ചെയ്യാൻ കാരണം ഈ സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഇതാണ് സോൾട്ട് ബ്രിഡ്ജിന്റെ ഉപയോഗം. ഇനി നമ്മളൊരു സെൽ നൊട്ടേഷൻ എഴുതുമ്പോൾ, ഇപ്പൊ മുമ്പ് പറഞ്ഞ ഡാനിയൽ സെൽ എന്ന് പറയുമ്പോൾ സിങ്ക് റൈറ്റ് സൈഡിൽ എപ്പോഴും നമ്മൾ ഓക്സിഡേഷൻ ആണ്, ലെഫ്റ്റ് സൈഡിൽ റിഡക്ഷൻ ആണ്. ലെഫ്റ്റ് സൈഡില് നമ്മൾ എപ്പോഴും ഓക്സിഡേഷൻ റെപ്രസെന്റ് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ റിഡക്ഷൻ, റൈറ്റ് സൈഡിൽ റിഡക്ഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ നടന്നത് സിങ്ക് ആണ് ഓക്സിഡൈസ് ചെയ്ത് സിങ്ക് 2+ ആയത്. നൊട്ടേഷൻ നോക്കുക, സിങ്ക് ഒരു ബാർ, സിങ്ക് 2+. അപ്പൊ അവിടെ കോൺസെൻട്രേഷൻ അറിയാമെങ്കിൽ ബ്രാക്കറ്റിൽ കോൺസെൻട്രേഷൻ എഴുതുക. പിന്നെ നടുക്ക് 2 വര, അതെന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സോൾട്ട് ബ്രിഡ്ജിനെയാണ്. പിന്നെ ഇപ്പുറത്ത് നടക്കുന്ന റിയാക്ഷൻ എന്താണ്? റിഡക്ഷൻ ആണ്, Cu2+. എപ്പോഴും അയോൺസ് എന്ന് പറയുമ്പോൾ അവിടെ കോൺസെൻട്രേഷൻ ബ്രാക്കറ്റിൽ വരും. അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കോപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഏതൊരു റിയാക്ഷനെയും നമുക്ക് സെല്ല് ഒറ്റയടിക്ക് ഒരു കെമിക്കലി ഒരു ചെറിയ നൊട്ടേഷൻ ആയിട്ട് നമ്മൾ ആ സെൽ റിയാക്ഷൻ കാണിക്കുകയാണ്. അപ്പൊ ഇത് ഇത്രയുമാണ് അതിലുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ആനോഡ്, അടുത്ത് സോൾട്ട് ബ്രിഡ്ജ്, റൈറ്റ് സൈഡിൽ കാഥോഡ്. അപ്പൊ ആനോഡിന്റെ റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഏതാണ് മെറ്റൽ ആണോ ഓക്സിഡൈസ് ചെയ്യുന്നത് അത് ആദ്യം എഴുതുക. അപ്പൊ ഇവിടെ ഡാനിയൽ സെല്ലാകുമ്പോ സിങ്ക് 2+, 2 വര, that is salt bridge, then oxidation Cu2+, Cu. അങ്ങനെ നിങ്ങൾക്ക് ഏത് സെല്ലിന്റെ വേണമെങ്കിലും നൊട്ടേഷൻ എഴുതാം.
ഏതാണോ ഓക്സിഡൈസ് ചെയ്യുന്നത് എപ്പോഴും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ എഴുതുക, റിഡക്ഷൻ നടക്കുന്നത് റൈറ്റ് സൈഡിൽ എഴുതുക. ഡാനിയൽ സെല്ലെങ്കിലും പഠിച്ചിരിക്കും, മിക്കവാറും ഡാനിയൽ സെല്ല് മാത്രമാണ് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. ഇനിയുള്ളത് ഈ ഗാൽവാനിക് സെൽ. നമ്മൾ പറഞ്ഞു കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ഇലക്ട്രോ കെമിക്കൽ സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ ബാറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു 1.1 വോൾട്ടേ ഡാനിയൽ സെല്ല് തരുന്നുള്ളൂ, നമുക്ക് കൂടുതൽ പവർ ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒന്നിലധികം ഗാൽവാനിക് സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പവർ കിട്ടുന്നു. അപ്പൊ സെല്ലെന്ന് ഇതാണ് ബാറ്ററി, ഇറ്റ് ഈസ് സീരീസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഇനി എങ്ങനെ രണ്ട് ടൈപ്പ് സെൽ, പ്രൈമറി സെല്ല്, അതായത് സാധാരണ ഉപയോഗിക്കുന്ന പറയുന്നത് നോൺ റീചാർജബിൾ ആണ്, അതായത് ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാവുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻ നമുക്ക് വീണ്ടും ഇറിവേഴ്സിബിൾ അല്ല. അതിപ്പോ സാധാരണ ബാറ്ററി, ഇപ്പൊ ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്, ഇതെല്ലാം ഉപയോഗിക്കാന്ന് വെച്ചാൽ ബാറ്ററി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളയുവാണ്. അതായത് ആ റിയാക്ഷൻ കഴിയണ വരെ അത് വോൾട്ടേജ് സപ്ലൈ ചെയ്യും, അത് കഴിയുമ്പോൾ അത് നിന്നുപോകും. അതാണ് പ്രൈമറി സെൽ, നോൺ റീചാർജബിൾ സെൽ ആണ്. ഡ്രൈ സെൽ, മെർക്കുറി സെൽ നമ്മുടെ സാധാരണ ബാറ്ററി അല്ല, അതാണ്. ഇനി സെക്കൻഡറി സെൽ ഉണ്ട്, നമ്മുടെ മൊബൈൽ ഫോൺ ബാറ്ററി, ലിഥിയം അയോൺ ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി, അതുപോലെ തന്നെ വാഹനങ്ങളിലെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? അത് റീചാർജബിൾ ആണ്, അതാണ് സെക്കൻഡറി സെല്ല്. അതായത് ഒന്ന് ചാർജ്, ഈ റിയാക്ഷൻ നമുക്ക് തിരിച്ചു നടത്താൻ പറ്റും, റിവേഴ്സിബിൾ ആണ് റിയാക്ഷൻ. ഒരു തവണ മുഴുവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ബാറ്ററി മൊബൈലൊക്കെ വീണ്ടും ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാം. അങ്ങനെയുള്ളതിനെയാണ് സെക്കൻഡറി സെൽ. റീചാർജബിൾ, ഇറ്റ് ക്യാൻ ബി റീചാർജ്ഡ് മെനി ടൈംസ്. അതിൽ വരുന്നതാണ് ലെഡ് സ്റ്റോറേജ്, നിക്കൽ കാഡ്മിയം, ലിഥിയം അയോൺ ബാറ്ററി ആണ് നമ്മുടെ ലാപ്ടോപ്പില് മൊബൈലില് എല്ലാം വരുന്ന ലിഥിയം അയോൺ ആണ്. ലെഡ് സ്റ്റോറേജിനേക്കാൾ വളരെ കൂടുതൽ പവർ ലിഥിയം അയോൺ, കാരണം ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ലിഥിയം അയോൺ പോളിമർ. ഇത്രയുമാണ് സെക്കൻഡറി സെൽ. ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ് നമ്മുടെ വാഹനങ്ങളിൽ വരുന്നത്. നിക്കൽ കാഡ്മിയം സെൽ അധികം വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, നല്ല റീചാർജ് പറ്റുന്നതാണ്. ലിഥിയം അയോൺ ബാറ്ററി ആൻഡ് ലിഥിയം അയോൺ പോളിമർ ആണ് നമ്മുടെ ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം, ഈ 2019 നോബൽ പ്രൈസ് ഈ ലിഥിയം അയോൺ ബാറ്ററി കണ്ടുപിടിച്ചു. കാരണം 1978 അതായത് 1985 അവരിത് ലിഥിയം അയോൺ ബാറ്ററി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത 3 പേരാണ് ജോൺ ബി ഗുഡിനഫ് ആൻഡ് സ്റ്റാൻലി ആൻഡ് അക്കീരോ യോഷിനോ. ഈ 3 പേർക്ക് അവരുടെ അന്നത്തെ കണ്ടുപിടുത്തത്തിന് ഇപ്പോഴാണ് 2019 കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് കിട്ടിയത്. കാരണം ലിഥിയം അയോൺ ബാറ്ററി ഒരു വളരെ, കാരണം ലിഥിയം അയോൺസിന് ഗ്രാഫൈറ്റ് ലെയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ആയിരുന്നു. വീണ്ടും അതിൽ പല മോഡിഫിക്കേഷനും വന്നു അവരുടെ കണ്ടുപിടുത്തത്തിൽ നിന്ന്. അതിനുശേഷം ലിഥിയം അയോൺസ് ഗ്രാഫൈറ്റ് ലെയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള, കാരണം നമുക്കറിയാം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളും ഇതുമെല്ലാം ഈ ലിഥിയം അയോൺ ബാറ്ററിയോടെയാണ് വന്നത്. അപ്പൊ അവരുടെ ആ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യം നിലനിർത്തിയതുകൊണ്ടാണ് 2019 ഈ കഴിഞ്ഞ വർഷത്തെ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇവർക്ക് 3 പേർക്ക് കിട്ടുന്നത്. ഏറ്റവും പ്രായം കൂടിയ 78 വയസ്സുണ്ട് ഗുഡിനഫിന്, ഏറ്റവും പ്രായം കൂടിയ നോബൽ പ്രൈസ് കിട്ടുന്ന കൂട്ടത്തിൽ വരുന്നതാണ്. ഇതാണ് ലിഥിയം അയോൺ ബാറ്ററി കണ്ടുപിടിച്ചവർ. ഇനി ഇതിൽ വരുന്ന മറ്റൊരു കാര്യം ഫ്യൂവൽ സെൽ ആണ്. അതും ഫ്യൂവൽ സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. എന്താണ് ഫ്യൂവൽ സെല്ല് ചെയ്യുന്നത്? സാധാരണ നിങ്ങൾക്ക് അറിയാം, ഓക്സിജനിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്യൂവൽ സെല്ലിന്റെ പ്രത്യേകത, ഫ്യൂവൽ ഓക്സിജനിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുവാണ്. കെമിക്കൽ എനർജി ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി, ആ ടൈപ്പ് ഫ്യൂവൽ സെല്ല്. അപ്പൊ ഫ്യൂവൽ സെല്ലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? ഡയറക്റ്റ് ആയിട്ട് ഫ്യൂവലിലെ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അവിടെ പൊല്യൂഷൻ പ്രോബ്ലം വരുന്നില്ല. വളരെ ലൈറ്റ് കോമ്പാക്ട് ആണ്. എഫിഷ്യൻസി വളരെ 70-80% എഫിഷ്യൻസി വരുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ഫ്യൂവൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. ഹൈ വോൾട്ടേജ്, ഇനി നമുക്ക് കൂടുതൽ വോൾട്ടേജ് വേണമെങ്കിൽ ഈ ഫ്യൂവൽ സെൽസ് തന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് സെൽ, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ.
ഇത് നമുക്ക് ഡയഗ്രാം ചോദിക്കാറുണ്ട്. അതിന്റെ ജസ്റ്റ് അഡ്വാൻറ്റേജസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. ഇതിലെ ഗ്രാഫൈറ്റ് പൊറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ആണ്. ഇപ്പൊ 3 കമ്പാർട്ട്മെന്റ് ഓർക്കുക, 3 കമ്പാർട്ട്മെന്റ് ആണ് ഇതിനുള്ളത്. സെൻട്രലില് ഇവിടെ നമുക്കറിയാം ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണം? ഇലക്ട്രോലൈറ്റ് വേണം, പിന്നെ കാഥോഡ് ആനോഡ് ഇലക്ട്രോഡുകൾ വേണം. അപ്പൊ ഇതിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് അക്വസ് ആയിട്ടുള്ള പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. 35% അക്വസ് സൊല്യൂഷനോ KOH എടുക്കാം, അല്ലെങ്കിൽ NaOH എടുക്കാം. ഒരു ആൽക്കലി ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ ആനോഡ് എന്ന് പറയുന്നത് ആനോഡിക് കമ്പാർട്ട്മെന്റിൽ കൂടി ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുവാണ്. അതിന്റെ കാഥോഡിക് കമ്പാർട്ട്മെന്റിൽ കൂടി ഓക്സിജൻ ഗ്യാസ്. നിങ്ങൾക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ആകുന്നതാണ് ഇവിടുത്തെ നെറ്റ് റിയാക്ഷൻ. ഇനി ഇവിടെ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്? ആനോഡിൽ എന്താ നടക്കേണ്ടത്? ആനോഡ് നടക്കേണ്ട ഓക്സിഡേഷൻ ആണ്. H2 ഈ OH- ആയിട്ട് കമ്പൈൻ ചെയ്ത് 4 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു. അതാണ് ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ. ഈ ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? കാഥോഡിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് OH- ആകുന്നു. അപ്പൊ ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നെറ്റ് റിയാക്ഷൻ എങ്കിലും പഠിച്ചിരിക്കുക. ഏതാണ് നെറ്റ് റിയാക്ഷൻ? ദാറ്റ് ഈസ് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് 2H2 ഉണ്ടാവുന്നു. വാട്ടർ ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നു. അതാണ്. ഇപ്പൊ ഇവിടുത്തെ ഇലക്ട്രോഡ് ഏതൊക്കെയാണ്? പൊറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ആണ്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകളാണ്. അതിന്റെ ഇത് ആക്ഷൻ ഒന്നും കൂടി കൂട്ടാനായിട്ട് കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ പുറത്ത് പ്ലാറ്റിനമോ സിൽവറോ നിക്കലോ വെച്ച് കോട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് ആനോഡിക് കമ്പാർട്ട്മെന്റിൽ കൂടി ഹൈഡ്രജൻ ബബിൾ ചെയ്യുന്നു, കാഥോഡിക് കമ്പാർട്ട്മെന്റിൽ കൂടി ഓക്സിജൻ ബബിൾ ചെയ്യുന്നു. നെറ്റ് റിയാക്ഷൻ ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഇവിടെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഈ 4 ഇലക്ട്രോൺ റിലീസ് ആവുന്നുണ്ട്. ഈ ഇലക്ട്രോൺ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി കടന്നാണ് കാഥോഡിൽ എത്തുന്നത്. അപ്പൊ നമ്മൾ എത്ര നാള് ഹൈഡ്രജനും ഓക്സിജനും ഇവിടെ കൊടുത്തേണ്ടിയിരിക്കുന്നു അത്രയും നാള് നമുക്ക് അവിടെ നിന്ന് എനർജി കിട്ടും, ഇലക്ട്രിക്കൽ എനർജി ഫ്ലോ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. തന്നെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോസ് ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്, ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഫ്ലോ ചെയ്യും. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഫ്യൂവൽ കൊടുത്തേണ്ടിയിരിക്കുകയാണ്. ഇവിടുത്തെ ഫ്യൂവൽസ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്താണ്? വാട്ടർ ആണ്. വാട്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡു നോട്ട് ഷോ എനി പൊല്യൂഷൻ. ഇവിടെ ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നേയില്ല, ഹൈ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. ഇതാണ് ഫ്യൂവൽ സെല്ലിന്റെ പ്രത്യേകത. നിങ്ങൾ ആകെ ഒരു ഫ്യൂവൽ സെല്ല് പഠിച്ചിരുന്നാൽ മതി, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. അപ്പൊ ഫ്യൂവൽ സെല്ലിന്റെ എല്ലാ അഡ്വാൻറ്റേജസും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഹൈഡ്രജൻ ആനോഡിലെ, ഓക്സിജൻ കാഥോഡില്, ഇലക്ട്രോലൈറ്റ് KOH, ഗ്രാഫൈറ്റ് ഇലക്ട്രോഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത വാട്ടർ ഉണ്ടാവുന്നു. ഇവിടെ ഇലക്ട്രോൺ ഹൈഡ്രജനിലെ ഓക്സിഡേഷൻ, ആ ഇലക്ട്രോൺ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്നു. അപ്പൊ അതാണ് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന. അങ്ങനെയാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ കാരണമാണ്. റിപ്പീറ്റഡ് ആയിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഫ്യൂവൽ സെൽസ്. ഇനി എന്താണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്? നമ്മളിപ്പോ ഡാനിയൽ സെല്ല് പഠിച്ചു. സിങ്ക് റോഡ് ഡിപ്പിഡിങ് സിങ്ക് സൾഫേറ്റ്, അതാണ് ആനോഡ്. കോപ്പർ റോഡ് ഡിപ്പിഡിങ് കോപ്പർ സൾഫേറ്റ്. ഞാൻ മുമ്പ് പറഞ്ഞു ഇതിന്റെ വോൾട്ടേജ് 1.1 ആണ്. അപ്പൊ ഇതിന്റെ EMF എന്ന് പറയുന്നത് ഈ രണ്ട്, അതായത് സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് ഓക്സിഡേഷൻ, ഇവിടെ റിഡക്ഷൻ ആണ്. അപ്പൊ ഒരു കംപ്ലീറ്റ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞാൽ 2 ഹാഫ് സെൽ ഉണ്ട്. ഇതിനെ നമുക്ക് ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്നും ഇവിടെ റിഡക്ഷൻ ഹാഫ് സെൽ എന്നും വിളിക്കാം. ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഓഫ് ദ 2 ഹാഫ് സെൽ. അപ്പൊ EMF ഓഫ് ദ സെൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ, ചെയ്യാൻ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. നിങ്ങൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് പറഞ്ഞാൽ കാഥോഡിന്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടാവും, ആനോഡിന്റെയും തന്നിട്ടുണ്ടാവും. അപ്പൊ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ചെയ്ത് നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടി. ഇവിടെ കോപ്പർ 2+ന്റെ പ്ലസ് 0.34 ആണ്, ഇവിടെ മൈനസ് 0.76 ആണ്. അപ്പൊ ഇത് തമ്മിൽ കുറച്ച് വരുമ്പോൾ 1.1 വോൾട്ട്. അതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ വോൾട്ടേജ്. അപ്പൊ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്താണെന്ന് അറിയാം. അതായത് ഈ സെല്ലില് 2 ഹാഫ് സെൽ, 2 ഹാഫ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. EMF എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഇത്
കാഥോഡ് മൈനസ് അല്ലെങ്കിൽ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. ഇനി എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഇപ്പൊ ഒരു മെറ്റല് അതിന്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുമ്പോൾ രണ്ട് ടെൻഡൻസി ആണുള്ളത്. ഒന്നല്ലെങ്കിൽ മെറ്റൽ അയോൺസിലേക്ക്, മെറ്റലിന്റെ സൊല്യൂഷനിലേക്ക് അതിന്റെ അയോൺസ് ആയിട്ട് പോകാം. അതായത് ഇപ്പൊ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുമ്പോൾ സിങ്ക് 2+ ആയിട്ട് ആ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അത് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കോപ്പറിന്റെ അവിടെ എന്താണ് നടന്നത്? ആ മെറ്റലില് സൊല്യൂഷനിൽ നിന്ന് അയോൺസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. അപ്പൊ എന്തിനുള്ള ടെൻഡൻസി ആണ്? അതായത് ഒരു മെറ്റൽ അതിന്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അതിനെ ഓക്സിഡൈസ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ആ ടെൻഡൻസിയാണ് ജനറലി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ട് തരത്തിൽ പറയാം. ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ആണെങ്കിൽ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അതേസമയം അതിന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആണ് കൂടുന്നതെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് the tendency of a metal to get oxidized or reduced when it is contact with its own salt solution. ഒരു മെറ്റൽ അതിന്റെ തന്നെ സൊല്യൂഷനിൽ നമ്മൾ മുക്കി വെച്ചിരുന്നാൽ ഒന്നില്ലെങ്കിൽ ആ മെറ്റലിന് ആ സൊല്യൂഷനിലേക്ക് പോകാം, അതാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അതേസമയം അല്ലെങ്കിൽ ഈ മെറ്റലിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം, അതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യലില് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നോക്കിയിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലോ റിഡക്ഷൻ പൊട്ടൻഷ്യലോ. അപ്പൊ കൂടുതലും നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എടുക്കുന്നത്. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇത് ചോദിക്കാറുള്ളതാണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത് that is the arrangement of elements in the increasing order of their standard reduction potential. ഇനി ഇത് കിട്ടിക്കൊണ്ടാൽ നമുക്ക് എന്താണ് കാര്യം? ഇപ്പൊ ഹൈഡ്രജന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0 ആണ്. ഇങ്ങോട്ടെല്ലാം മുകളിൽ നിന്ന് അപ്പൊ ഇൻക്രീസിങ് ഓർഡറിലാണ്. ഈ 0 കഴിഞ്ഞ് മുകളിലെല്ലാം നെഗറ്റീവ് ആണ്, താഴോട്ട് പോസിറ്റീവ് ആണ്. ഒരു മെറ്റലിന് അതിന്റെ താഴെയുള്ള മെറ്റലിനെ എല്ലാം അതിന്റെ സൊല്യൂഷനിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ സിങ്ക് റോഡ് നിങ്ങൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വന്ന് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഒരു മെറ്റലിന് അതിന്റെ താഴെയുള്ള മെറ്റലിനെ എല്ലാം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ അതിന്റെ താഴെയുള്ള മെറ്റലിനെ എല്ലാം അതിന്റെ സൊല്യൂഷനിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ അഥവാ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ കോപ്പറിന് സിൽവറിന് ഡെപ്പോസിറ്റ് ചെയ്യിക്കാൻ പറ്റുമോ? കാരണം കോപ്പറിന്റെ താഴെയാണ് സിൽവർ. അപ്പൊ നിങ്ങളൊരു കോപ്പറിന്റെ ആണി കൊണ്ടുപോയി സിൽവർ നൈട്രേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ അതിൽ സിൽവർ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോ ഏത് മെറ്റലിനും അതിന്റെ താഴെയുള്ള മെറ്റൽസിനെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ ചോദിക്കുന്നത് എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷൻ? ഇത് ഈ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ആകെ വളരെ സിമ്പിൾ ആയിട്ട് 1-2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒരു മെറ്റലിന് അതിന്റെ താഴെയുള്ള മെറ്റലിനെ എല്ലാം അതിന്റെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ഒരു ആസിഡ് സൊല്യൂഷനിൽ എന്ത് അയോൺസ് ഉണ്ട്? H+ അയോൺസ് ഉണ്ട്. ഹൈഡ്രജന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന് മുകളിലുള്ള മെറ്റലിനെല്ലാം ഹൈഡ്രജനെ ആസിഡിൽ നിന്ന് റിലീസ് ചെയ്യിക്കാൻ പറ്റും. ഹൈഡ്രജന്റെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പൊ സിങ്ക് ഹൈഡ്രജനേക്കാൾ മുകളിലാണ് ഉള്ളത്. അപ്പൊ സിങ്ക് നമ്മുടെ ഒരു ആസിഡ് സൊല്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് അവിടെ നിന്ന് റിലീസ് ചെയ്യും. കാരണം ഹൈഡ്രജനേക്കാൾ മുകളിലുള്ള ഏത് മെറ്റൽ വെച്ചിട്ടും ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, ഹൈഡ്രജനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, നമുക്ക് EMF കണ്ടുപിടിക്കാൻ പറ്റും. EMF കണ്ടുപിടിക്കുന്നത് ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് അഥവാ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണ്. മുമ്പ് നമ്മൾ ഡാനിയൽ സെല്ലിന്റെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? നമുക്ക് കോപ്പറിന്റെ അറിയാം, സിങ്കിന്റെയും അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് EMF കണ്ടുപിടിക്കാം. ഇനി ഈ എലമെന്റ്സിന്റെ റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാം. എപ്പോഴും താഴോട്ട് വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരുവാണ്. അപ്പൊ മുകളിലുള്ളതൊക്കെ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ കോപ്പർ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് നിങ്ങൾ വെക്കുവാണെങ്കിൽ കോപ്പറിന്റെ താഴെയാണ് സിൽവർ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ. അപ്പൊ എന്ത് സംഭവിക്കും? കോപ്പർ ഇതിന്റെ പുറത്ത് വന്ന് സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് റിയാക്ടിവിറ്റി, നമുക്കത് പറ്റുമോ, ഒരു റിയാക്ഷൻ നടക്കോ ഇല്ലയോ എന്ന് നോക്കാൻ ഏത് സഹായിക്കും? ഇലക്ട്രോ കെമിക്കൽ സീരീസ് സഹായിക്കും.
അപ്പൊ നിങ്ങളോട് ചോദിക്കാറുണ്ട് സിങ്ക് റോഡ്, അതായത് സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? സിങ്കിന്റെ താഴെയാണ് കോപ്പർ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ സിങ്കിന്റെ മുകളിൽ വന്ന് എന്ത് ഡെപ്പോസിറ്റ് ചെയ്യും? കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി ഞാനത് ആ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ആണ് കൊറോഷൻ. എന്താണ് കൊറോഷൻ എന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് ഗ്യാസസും ഇതുമെല്ലാം കൊണ്ട് ഒരു മെറ്റൽ നശിക്കുവാണ്. മെറ്റൽ എന്തായിട്ടാണ് മാറുന്നത്? മെറ്റലിന്റെ ഓക്സൈഡ് ആയിട്ടാകാം, ഹൈഡ്രോക്സൈഡ് ആകാം, കാർബണേറ്റ് ആകാം. ഇപ്പൊ അയൺ തുരുമ്പ് പിടിക്കാന്ന് വെച്ചാൽ അയണിന്റെ ഓക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. ഓക്സൈഡും ഹൈഡ്രോക്സൈഡും ആയിട്ടാണ് മാറുന്നത്. ഇനി നിങ്ങള് വിളക്കിലൊക്കെ മറ്റേ ബ്രാസിന്റെയും കോപ്പറിന്റെയും ഒക്കെ പാത്രങ്ങളിൽ പച്ച കളർ കാണാറുണ്ട്, ക്ലാവ്. അത് അതിന്റെ കാർബണേറ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഒരു മെറ്റല് ഈ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിന്റെ ഒക്കെ അറ്റാക്ക് മൂലം അത് അതിന്റെ കോമ്പൗണ്ട് ആയിട്ട് ഓക്സൈഡോ ഹൈഡ്രോക്സൈഡോ കാർബണേറ്റോ ഒക്കെ ആയിട്ട് മാറുന്നതാണ്. അങ്ങനെ അത് നശിക്കുവാണ്. മെറ്റൽ അതിന്റെ കോമ്പൗണ്ട് ആയിട്ട് മാറുവാണ്. അതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് വിളിക്കുന്നത്. രണ്ട് ടൈപ്പ് കൊറോഷൻ ഉണ്ട്. ഒന്ന് ഡ്രൈ കൊറോഷനും ഒന്ന് വെറ്റ് കൊറോഷൻ. എന്താ ഈ ഡ്രൈ കൊറോഷൻ? ഡയറക്റ്റ് കെമിക്കൽ ആക്ഷൻ വഴി നശിക്കുന്നതിനെയാണ് നമ്മൾ ഡ്രൈ കൊറോഷൻ എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും കെമിക്കൽസ് അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ്, ഈ ഗ്യാസ് ഒക്കെ ഡയറക്റ്റ് വന്ന് ഇതിൽ ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആസിഡ് എന്തെങ്കിലും ഇതിൽ വീണ് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് ഡ്രൈ കൊറോഷൻ. അപ്പൊ എന്താണ് വെറ്റ് കൊറോഷൻ എന്ന് പറയുന്നത്? ഈ വെറ്റ് കണ്ടീഷനിലാണെങ്കിൽ, ഇപ്പൊ ഇവിടെ മോയിസ്ചർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ പുറത്ത് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം സൾഫർ ഡയോക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആവും. അപ്പൊ ഒരു ഇലക്ട്രോലൈറ്റ് ആയി. അപ്പൊ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, അവിടെ നമുക്ക് അറിയാം ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിൽ ആനോഡ് വേണം, കാഥോഡ് വേണം, ഇലക്ട്രോലൈറ്റ് വേണം. അപ്പൊ ഏതെങ്കിലും അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഇവിടെ മോയിസ്ചറും കൂടി ഉണ്ട്. ഇപ്പൊ ഇരുമ്പ് എങ്ങനെ തുരുമ്പാകുന്നത്? ഇരുമ്പിന്റെ അവിടെ മോയിസ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ തുരുമ്പ് വേഗം നടക്കും. കാരണം ആ വെള്ളത്തിൽ എന്തെങ്കിലും ഗ്യാസും കൂടി ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന് അസിഡിക് നേച്ചർ ആയി അത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അയൺ ആനോഡായിട്ട് ആക്ട് ചെയ്യും. അയൺ ഓക്സിഡൈസ് ചെയ്ത് Fe2+ ആകും. ഇപ്പുറത്തെ ഓക്സിജൻ ആണ്, ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉണ്ട്, അത് റെഡ്യൂസും ചെയ്യും. അപ്പൊ അയൺ Fe2+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാന്ന് വെച്ചാൽ അത് നശിച്ചോണ്ടിരിക്കുവാണ്. മെറ്റാലിക് അയൺ Fe2+ ആവുന്നു. എന്താണ് തുരുമ്പ്? അത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെയാണ് തുരുമ്പ് എന്ന് വിളിക്കുന്നത്. അയൺ ഇവിടെ Fe2+ ആയി, ഇത് OH- ആയിട്ട് കമ്പൈൻ ചെയ്ത ഫെറിക് ഹൈഡ്രോക്സൈഡ് ആയി. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെയാണ് തുരുമ്പ് എന്ന് വിളിക്കുന്നത്. അയൺ Fe2+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു, അത് ഇവിടെയുള്ള OH- ആയിട്ട് കമ്പൈൻ ചെയ്ത FeOH ത്രൈസ് അല്ലെങ്കിൽ Fe2O3H2, അതാണ് തുരുമ്പ്. അപ്പൊ എന്താണ് തുരുമ്പ് എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ രണ്ടു തരം, ഒന്ന് ഡ്രൈ കണ്ടീഷനിൽ, ഒന്ന് വെറ്റ് കണ്ടീഷനിൽ. വെറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അവിടെ ഒരു ഇലക്ട്രോലൈറ്റ് വരും, കാഥോഡ് വരും, ആനോഡ് വരും. കാഥോഡായിട്ട് അയൺ, അങ്ങനെയാണ് അത് നശിച്ചുകൊണ്ട് പോകുന്നത്. ആനോഡായിട്ട് അയൺ, അങ്ങനെ അയൺ ഓക്സിഡൈസ് ചെയ്യുന്നു. ഇപ്പുറത്തെ സൈഡ് കാഥോഡ്, ഓക്സിജനോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജന് റിഡക്ഷൻ ആണ് നടക്കുന്നത്. അയൺ ആനോഡായിട്ട് നശിക്കുവാണ്. Fe2+ ആയിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇത് OH- ആയിട്ട് കമ്പൈൻ ചെയ്താണ് ഫെറിക് ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കാം. തുരുമ്പ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്. അവിടെ നടക്കുന്ന റിയാക്ഷൻ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ് തുരുമ്പ് ഉണ്ടാവുന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ തുരുമ്പ് മാറ്റാൻ പറ്റും? ഒന്ന്, ഹൈലി പ്യുവർ മെറ്റൽ ആണെങ്കിൽ തുരുമ്പ് അധികം വരില്ല. പിന്നെ മെറ്റൽസിന്റെ അലോയ് ഫോർമേഷൻ, ഇപ്പൊ മെറ്റൽ ഇപ്പൊ അയണിനേക്കാൾ അതിൽ കാർബൺ കണ്ടന്റും കൂടി വന്നാൽ സ്റ്റീൽ ആയി കഴിഞ്ഞാൽ അത് അത്രയും തുരുമ്പ് പിടിക്കില്ല. പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറക്കുക. പിന്നെ എന്തൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് കോട്ടിങ്, അതായത് നമുക്ക് വളരെ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ കൊണ്ട് കോട്ട് ചെയ്യാം, ടിന്ന് കൊണ്ട് കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിങ്ക് കൊണ്ട് കോട്ട് ചെയ്യാം. മോർ ആക്റ്റീവ് ആയിട്ടുള്ള സിങ്ക് കൊണ്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ അയണിന്റെ ഇരുമ്പിന്റെ പുറത്ത് സിങ്കിന്റെ കോട്ടിങ് ചെയ്യണേനെയാണ് നമ്മൾ വിളിക്കുന്നത് ദാറ്റ് ഈസ് ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അയൺ ഇതിന്റെ പുറത്ത് ഒരു സിങ്ക് ലെയർ കൊണ്ട് കോട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ സിങ്ക് കൊറോഷൻ അണ്ടർഗോ ചെയ്യും, അയണിനെ പ്രൊട്ടക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. ഒരാള് സിങ്ക് നശിച്ചോണ്ടിരിക്കുന്നു, ഉള്ളിൽ അയണിനെ അത് പ്രൊട്ടക്ട് ചെയ്യുകയാണ്.
പിന്നെ നമുക്ക് നോൺ മെറ്റാലിക് കോട്ടിങ്, അതായത് ഇപ്പൊ അലൂമിനിയം പോലെയുള്ള സാധനത്തില് ഓക്സൈഡ് കോട്ടിങ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ അലൂമിനിയം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറത്തൊരു വെള്ളപ്പൊടി പോലെ അലൂമിനിയത്തിന്റെ ഓക്സൈഡ് ഫോം ചെയ്യും. അത് ഫർദർ കൊറോഷനെ പ്രിവെന്റ് ചെയ്യും. അതുപോലെ മുമ്പ് പറഞ്ഞ ആനോഡൈസിങ്, നമ്മൾ മെറ്റലിന്റെ പുറത്ത് ഓക്സൈഡ് ലെയർ വരുത്തിയാൽ അത് കൊറോഷൻ പ്രിവെന്റ് ചെയ്യും. പിന്നെ നമുക്ക് പെയിന്റ് അടിക്കാം, ഓർഗാനിക് കോട്ടിങ്, റബ്ബർ, പോളിത്തീൻ, പ്ലാസ്റ്റിക്, ഇതെല്ലാം ഓർഗാനിക് കോട്ടിങ്ങിൽ വരുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാഥോഡിക് പ്രൊട്ടക്ഷൻ ആണ്. എന്താണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ? നിങ്ങൾക്ക് അറിയാം, എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്ന ആനോഡാണ്, കാഥോഡിന് നശിക്കൽ വരുന്നില്ല. അപ്പൊ നിങ്ങളിപ്പോ അണ്ടർഗ്രൗണ്ടിലൊക്കെ ഇരുമ്പ് പൈപ്പ് ഇടുമ്പോൾ ഇരുമ്പ് പൈപ്പ് തുരുമ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഇരുമ്പ് പൈപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള സിങ്കോ മഗ്നീഷ്യോ റോഡ് വെക്കും. എന്തിനാണ് ഇത് വെക്കുന്നത്? സിങ്ക് മഗ്നീഷ്യം റോഡ് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ അത് സിങ്ക് 2+ അല്ലെങ്കിൽ മഗ്നീഷ്യം 2+. ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അയൺ കാഥോഡായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. അതായത് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അയണിനെ നമ്മൾ കാഥോഡാക്കി വെച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാണ്. അയൺ കാഥോഡായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആനോഡ് ആക്കണം. അതിനായിട്ടാണ് അണ്ടർഗ്രൗണ്ട് പൈപ്പിന്റെ ഒക്കെ കൂടെ സിങ്ക് മഗ്നീഷ്യം റോഡും കൂടി ഒരു വയർ കൊണ്ട് കണക്ട് ചെയ്തിട്ടേക്കും. അപ്പൊ സിങ്ക് മഗ്നീഷ്യം ആനോഡായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ അയൺ കാഥോഡായിട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ആന്റി റസ്റ്റ് സൊല്യൂഷൻ, അതായത് എന്താണ് ആന്റി റസ്റ്റ് സൊല്യൂഷൻ? ഇതും 2 മാർക്സ് ക്വസ്റ്റിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു 2-3 മെത്തേഡ് അറിഞ്ഞാൽ മതി. ഇതിൽ കാഥോഡിക് പ്രൊട്ടക്ഷൻ ചിലപ്പോൾ വേറെയും ചോദിക്കാറുണ്ട്. അതാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഇനി എന്താണ് ആന്റി റസ്റ്റ് സൊല്യൂഷൻ? തുരുമ്പിന് നമ്മൾ അടിക്കാറുള്ളത് എന്താണ്? ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് ഫോസ്ഫേറ്റ്, സോഡിയം ഓർ പൊട്ടാസ്യം. സോഡിയം ഓർ പൊട്ടാസ്യത്തിന് ഫോസ്ഫേറ്റ് ആണ് നമ്മൾ ഈ അയൺ ഉള്ള ഇതിൽ അടിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഡിയം ഓർ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഈ അയണിന്റെ പുറത്ത് അടിച്ചു കഴിയുമ്പോൾ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഈ അയണുമായിട്ട് ചേർന്ന് ക്രോമേറ്റ് ഓർ ഫോസ്ഫേറ്റ്, അയൺ ക്രോമേറ്റ് അല്ലെങ്കിൽ അയൺ ഫോസ്ഫേറ്റ് ഫോം ചെയ്യും. അപ്പൊ അത് പുറത്തൊരു ലെയർ ആയിട്ടിരിക്കും. അങ്ങനെ ദാറ്റ് ഇറ്റ് പ്രിവെന്റ് ഫർദർ കൊറോഷൻ പ്രിവെന്റ് ചെയ്യും. അപ്പൊ ദാറ്റ് ഈസ് ദ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ക്രോമേറ്റ് ഓഫ് സോഡിയം ഓർ പൊട്ടാസ്യം ആണ് നമ്മൾ ആന്റി റസ്റ്റ് സൊല്യൂഷൻ. ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലുള്ളത്. Then we come to the third one. തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ജസ്റ്റ് കുറച്ച് ബേസിക്സ് ഉണ്ട്. അത് കൂടാതെ തുടക്കത്തിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. റിപ്പീറ്റ് ആയി ചോദിക്കുന്ന കാര്യങ്ങൾ, ജസ്റ്റ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കോമ്പൗണ്ട് തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തെങ്കിലും ഓർഗാനിക് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഓർ ആനിമൽ ഒറിജിൻ ആണ്, കാർബൺ കണ്ടന്റ് ഉണ്ട്, മിക്കവാറും കോവാലൻ കോമ്പൗണ്ട്സ് ആണ്. പിന്നെ എന്താണ്, അത് മിക്കവാറും ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഹൈലി വോളറ്റൈൽ ആണ്, പെട്ടെന്ന് കത്തുപിടിക്കുന്നതാണ്, ഇൻഫ്ലേമബിൾ ആണ്. പിന്നെ അതിന്റെ സോലിബിലിറ്റി എപ്പോഴും അത് നോൺ പോളാർ സോൾവെന്റിലായിരിക്കും അതായത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. ഇപ്പൊ ബെൻസീൻ, എത്തനോൾ ഇതിലൊക്കെ ആയിരിക്കും ഡിസോൾവ് ചെയ്യുന്നത്. സോലിബിൾ ഇൻ നോൺ പോളാർ സോൾവെന്റ്സ് ആണ് മിക്കവാറും ഓർഗാനിക് കോമ്പൗണ്ട്. പിന്നെ മിക്കവാറും ഓർഗാനിക് കോമ്പൗണ്ട് ലാർജ് എമൗണ്ട് ഉണ്ട്, ധാരാളം ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ധാരാളം ഇവിടെ ഉണ്ട്. അതുപോലെ ഇറ്റ് എക്സിബിറ്റ് ഐസോമറിസം. ഏതെങ്കിലും ഒരു 3 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കും. ഇൻഓർഗാനിക് കോമ്പൗണ്ട് സാധാരണ റോക്സ്, മിനറൽസ് എന്നൊക്കെ കിട്ടുന്നത്. ഇപ്പൊ സോഡിയം ക്ലോറൈഡ്, കാൽസ്യം സൾഫേറ്റ്, ഇങ്ങനെ ഇതെല്ലാം പറയുന്നത് ഇൻഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. സാധാരണഗതിയിൽ അത് നോൺ വോളറ്റൈൽ ആണ്, നോൺ ഇൻഫ്ലേമബിൾ ആണ്, അയോണിക് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. നോൺ പോളാർ സോൾവെന്റില്, അതായത് സോലിബിൾ ഇൻ നോൺ പോളാർ സോൾവെന്റ്, സോലിബിൾ ഇൻ പോളാർ സോൾവെന്റ്, വാട്ടറിലൊക്കെ ഡിസോൾവ് ചെയ്യുന്നതാണ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്. പിന്നെ അവിടെ ഉള്ളത് എന്താണ്, കാർബൺ എന്തുകൊണ്ട് ഇത്രയേറെ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു? വാട്ട് ഈസ് ദ യുണീക്ക്നെസ് ഓഫ് കാർബൺ? ഒന്ന്, കാർബണിന്റെ കാറ്റിനേഷൻ കപ്പാസിറ്റി, അതായത് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി. ഒരു കാർബണ് മറ്റൊരു കാർബണുമായിട്ട് വളരെ എളുപ്പം
കോമ്പൗണ്ട് ഫോം ചെയ്യാൻ, അതായത് കാർബൺ ആയിട്ട് ലിങ്ക് ചെയ്ത് എ ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും. പിന്നെ ടെട്രാ കോവാലൻസി. എന്താണ് ഈ ടെട്രാ കോവാലൻസി? കാർബണിന്റെ വാലൻസി 4ആണ്. 4 വാലൻസി കാണിക്കാനുള്ള കഴിവാണ്. അതുകൊണ്ട് കാർബൺ മിക്കവാറും അതിന്റെ കോമ്പൗണ്ടിൽ ടെട്രാ വാലന്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി പോസിബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്. What do you mean by possible? ഒന്നിലധികം, അതായത് കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഇറ്റ് എക്സിബിറ്റ് ഐസോമെറിസം. ഒരു കോമ്പൗണ്ട് തന്നെ ഡിഫറെന്റ് ഫോമിൽ എക്സിബിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോമെറിസം എന്ന് വിളിക്കുന്നത്. Then difference between saturated and unsaturated compound. What do you mean by saturated and unsaturated compound? Saturated means carbon single bond-നെയാണ്. അതേസമയം കാർബൺ ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ടിനെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ്. ഇവിടെ ഓർത്തിരിക്കുക, സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ട് ആണ്, അൺസാച്ചുറേറ്റഡ് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇതില് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് മിക്കവാറും ഹൈലി റിയാക്റ്റീവ് ആണ്. കാരണം ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടൊക്കെ വേഗം ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതേസമയം സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ലെസ് റിയാക്റ്റീവ് ആണ്. പിന്നെ ഇവിടെ ചോദിക്കാറുണ്ട്, ഹൗ ക്യാൻ വി ഡിസ്റ്റിംഗ്വിഷ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ ഒരു അല്പം ബ്രോമിൻ വാട്ടർ, അത് നല്ല യെല്ലോ കളറാണ്, അതിനെ ഡീകളറൈസ് ചെയ്യില്ല. അതേസമയം